ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫേസുകളുടെ എക്സാം ഉള്ളവർ അത് തീർച്ചയായിട്ടും എടുത്ത് നോക്കുക. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കാൻ ചാൻസ് ഉണ്ട്. ടെലഗ്രാം ചാനൽ കട്ട് ഓഫ് പ്ലസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കട്ട് ഓഫ് പ്ലസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എക്സാം ഓൾറെഡി എഴുതിയവരുടെ പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ചെറിയ താഴത്തെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് വളരെ ചെറിയ നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിച്ച് നിർത്തിയാൽ ഈ എക്സാം ഒരു ഈസി മോഡറേറ്റ് ലെവലിലെ എക്സാം ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ 10th ലെവൽ പ്രിലിംസിന്റെ എക്സാംസുകൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള വിഷമങ്ങളൊന്നും അല്ല ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത് അത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷേ അത്രത്തോളം എണ്ണം കൂടുതലല്ല. എങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലാണ് കുറച്ചൊന്ന് നമുക്ക് സമയം പോകുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കുന്ന പഠിക്കുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ വള്ളംകളിയും അതുപോലെ നൊബേൽ പ്രൈസും ഒക്കെ നമ്മൾ ഏകദേശം PSC ഉള്ള കാലം തൊട്ടേ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ അപ്ഡേറ്റ് ആയി പോയവർക്ക് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നത് നമ്മുടെ ആ ചാനാർ ലേഖലയായിരുന്നു. PSCയുടെ സ്ഥിരം വേട്ടമൃഗമാണത്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ റിനൈസൻസിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒരുപാട് നല്ല ചോദ്യം ഉണ്ടായിരുന്നു. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മറ്റ് ബില്ലുമായി ബന്ധപ്പെട്ടത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടതൊക്കെ കറണ്ട് അഫയേഴ്സായി വന്നിട്ടുണ്ട്. എങ്കിലും ഇത് എഴുതിയവരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ നിൽക്കുന്ന ചോദ്യമാണ്. വലിയൊരു ഹാർഡ്നെസ് ഒക്കെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നു എന്ന് സംശയമുണ്ട്. എന്നാൽ ഇത്തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു എളുപ്പം മയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്കിലും പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് അത്യാവശ്യം രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാത്സ് 20 ക്വസ്റ്റ്യൻസും ഞാനും ചെയ്തു നോക്കി. അപ്പോൾ മാത്സും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിന്ന് സ്റ്റക്ക് ചെയ്യുന്നത്. അതിൽ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. സോ മറ്റ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിനും നമുക്ക് പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒന്നാമത് നമ്മൾ എഴുതുന്ന പരീക്ഷകളുടെ വേക്കൻസികൾ നോക്കിയിട്ട്, അതായത് ഇപ്പൊ ഇത്തവണ LDCയോ LGSോ അല്ല, അത് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഇത്തവണ ഉള്ളത് സെക്രട്ടേറിയറ്റ് OA പോലുള്ള ലാബ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകളാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളും ലാബ് അസിസ്റ്റന്റ് ആണ് കൂടുതൽ ആളുകൾ എഴുതുന്ന ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റുകൾ ഉള്ളത്. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞ തവണ ഏകദേശം 60 എത്രയോ മാർക്കായിരുന്നു സെക്രട്ടറി OAയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത് പ്രിലിംസ് എക്സാമിന്. അപ്പൊ ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ എഴുതാൻ പറ്റുന്ന, മീൻസ് കട്ട് ഓഫ് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനത്തോട് എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ചോദിച്ചത്. അതിലൊന്നും മാറ്റി ചോദിച്ചിട്ടൊന്നുമില്ല. അതിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അതിൽ ഒരു മാറ്റമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്തായാലും മാർക്ക് മീൻസ് എക്സാം എഴുതിയവർ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. വലിയൊരു രീതിയിലുള്ള വിഷമിപ്പിക്കാതെ രണ്ടാമത്തെ ഫേസും കൂടി പോയിട്ടുണ്ട്. ഇനി അടുത്ത 2 ഫേസ് എക്സാം കൂടി 10th ലെവൽ പ്രിലിംസിനുണ്ട്. അതിനുശേഷമാണ് മെയിൻസ് വരുന്നത്. സോ അടുത്ത ലെവൽ എക്സാമിനുള്ളവർ തീർച്ചയായിട്ടും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ നോക്കുക. അടുത്ത എക്സാം ജനുവരി 25-നാണ്. അപ്പൊ അതിന് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ അഡ്മിഷൻ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഓൾറെഡി പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അടുത്ത എക്സാമിനുള്ളവർ നല്ല രീതിയിൽ നോക്കുക. ഇപ്പൊ ഈ എക്സാം കഴിഞ്ഞവർ അടുത്ത മെയിൻസ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴേ ശ്രമിച്ചുകൊള്ളുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്